എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് പോകുന്നത് സൈക്കോളജി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ പാർട്ട് 4 വീഡിയോ ആണ്. അപ്പോൾ ഇതിനു മുൻപ് നമ്മുടെ ചാനലിൽ പാർട്ട് 3 വരെയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും 3 വീഡിയോസും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് പുതിയ ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നൊന്ന് പരിചയപ്പെടാം. ഒന്നാമത്തെ ചോദ്യം, പിയാഷെയുടെ വൈജ്ഞാനിക വികാസ സിദ്ധാന്തം അനുസരിച്ച് പല സവിശേഷതകൾ ഏകോപിപ്പിച്ച് നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നതിനുള്ള കഴിവ് കുട്ടി നേടുന്ന ഏത് ഘട്ടത്തിലാണ്? അക്കോർഡിംഗ് ടു പിയാഷെ, ദ തിയറി ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ഇൻ വിച്ച് സ്റ്റേജ് ദ ചൈൽഡ് അക്വയർസ് ദ എബിലിറ്റി ടു റീച്ച് അറ്റ് കൺക്ലൂഷൻസ് ബൈ കൺസിഡറിംഗ് മോർ ദാൻ വൺ ക്യാരക്ടറിസ്റ്റിക്സ്. ഓപ്ഷൻ എ ഇന്ദ്രിയ ചാലഘട്ടം സെൻസറി മോട്ടോർ സ്റ്റേജ്. ഓപ്ഷൻ ബി മനോവ്യാപാര ഘട്ടം പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. ഓപ്ഷൻ സി രൂപാത്മക വ്യാപാര ഘട്ടം കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. ഓപ്ഷൻ ഡി ഔപചാരിക മനോവ്യാപാര ഘട്ടം ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി രൂപാത്മക വ്യാപാര ഘട്ടം അല്ലെങ്കിൽ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. അടുത്ത ചോദ്യം, ബുദ്ധിപരമായ എല്ലാ പ്രവർത്തനങ്ങളിലും ഒരു സാമാന്യ ഘടകവും ആ പ്രവർത്തനത്തിന് മാത്രമായുള്ള ഒരു സവിശേഷ ഘടകവും ഉൾപ്പെടുന്നു. ബുദ്ധിയെക്കുറിച്ചുള്ള ഈ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? ഈച്ച് ഇൻ്റലക്ച്വൽ ആക്ടിവിറ്റി ഇൻവോൾവ്സ് എ ജനറൽ ഫാക്ടർ ആൻഡ് എ സ്പെസിഫിക് ഫാക്ടർ വിച്ച് ബിലോങ് ടു ഇറ്റ് അലോങ്. ഹൂ ഫോർമുലേറ്റ് ദിസ് തിയറി? ഓപ്ഷൻ എ ഗിൽഫോർഡ്. ഓപ്ഷൻ ബി തേഴ്സ്റ്റോൺ. ഓപ്ഷൻ സി സ്പെയർമാൻ. ഓപ്ഷൻ ഡി കാറ്റൽ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി സ്പിയർമാൻ. അടുത്ത ചോദ്യം, സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ, സ്റ്റിമുലസ് ജനറലൈസേഷൻ എന്നിവ ബന്ധപ്പെട്ടിരിക്കുന്നത്. സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് ജനറലൈസേഷൻ ആർ റിലേറ്റഡ് ടു അനുബന്ധനവുമായി കണ്ടീഷനിങ്, ഉൾക്കാഴ്ച പഠനവുമായി ഇൻസൈറ്റ് ലേണിംഗ്, അന്തർജ്ഞാന പഠനവുമായി ഇൻറ്റ്യൂറ്റീവ് ലേണിംഗ്. ഓപ്ഷൻ ഡി ജ്ഞാനാർജന പഠനവുമായി കൺസ്ട്രക്റ്റിവിസ്റ്റ് ലേണിംഗ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ കണ്ടീഷനിങ് അല്ലെങ്കിൽ അനുബന്ധനവുമായി. അടുത്ത ചോദ്യം, സോഷ്യൽ സയൻസ് അധ്യാപിക കുട്ടികളെ ഗ്രൂപ്പാക്കി തിരിച്ച് പൊതുവിജ്ഞാന ചോദ്യങ്ങൾ ചോദിച്ചു. ശരി ഉത്തരം പറഞ്ഞ ഗ്രൂപ്പുകൾക്ക് സ്റ്റാർ സ്റ്റിക്കർ നൽകി. എല്ലാ ഗ്രൂപ്പുകാരും ആവേശപൂർവ്വം ഇതിൽ പങ്കെടുത്തു. തോണ്ടേക്കിൻ്റെ പഠന സിദ്ധാന്ത പ്രകാരം താഴെ കൊടുത്തിരിക്കുന്ന ഏത് നിയമമാണ് ഇവിടെ പ്രസക്തമാകുന്നത്? ദ സോഷ്യൽ ടീച്ചർ ഡിവൈഡ് ദ സ്റ്റുഡൻസ് ഇൻറ്റു സ്മാൾ ഗ്രൂപ്പ്സ് ആൻഡ് ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ഓൺ ജനറൽ നോളജ്. ഷീ ഗേവ് സ്റ്റാർ സ്റ്റിക്കർ ടു ദോസ് ഗ്രൂപ്പ് ഹൂ ഗോട്ട് ദ കറക്റ്റ് ആൻസർ. ആൾ സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റഡ് വിത്ത് ഗ്രേറ്റ് enthusiasm. അക്കോർഡിംഗ് ടു തോണ്ടേക്ക് തിയറി ഓഫ് ലേണിംഗ്, വിച്ച് law of learning is relevant here? ഓപ്ഷൻ എ മനോഭാവ നിയമം, ദ law of attitude, സന്നദ്ധത നിയമം, ദ law of readiness, അഭ്യാസ നിയമം, ദ law of exercise. ഓപ്ഷൻ ഡി ഫലനിയമം അല്ലെങ്കിൽ ദ law of effect. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ഫലനിയമം അല്ലെങ്കിൽ ദ law of effect. അടുത്ത ക്വസ്റ്റ്യൻ, സാമൂഹ്യവൽക്കരണത്തിൻ്റെ അല്ലെങ്കിൽ സാമൂഹികരണത്തിൻ്റെ ഔപചാരിക ഏജൻസി ഏത്? വിച്ച് ഈസ് എ ഫോർമൽ ഏജൻസി ഓഫ് സോഷ്യലൈസേഷൻ? ഓപ്ഷൻ എ ഫാമിലി. ഓപ്ഷൻ ബി പിയർ ഗ്രൂപ്പ്. ഓപ്ഷൻ സി സ്കൂൾ. ഓപ്ഷൻ ഡി മീഡിയ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി സ്കൂൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഭാഷാവികാസത്തിലെ ചിമ്പാൻസി ഘട്ടം എന്ന് വൈഗോട്സ്കി വിശേഷിപ്പിക്കുന്നത് ഏത് ഘട്ടത്തെയാണ്? വിച്ച് സ്റ്റേജ് ഈസ് ടേംഡ് ആസ് ചിമ്പാൻസി സ്റ്റേജ് ഇൻ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ബൈ വൈഗോട്സ്കി? ഓപ്ഷൻ എ ചിന്താരഹിത ഭാഷാഘട്ടം നോൺ കോഗ്നിറ്റീവ് ലിംഗ്വിസ്റ്റിക് സ്റ്റേജ്. ഓപ്ഷൻ ബി ഭാഷാരഹിത ചിന്താഘട്ടം നോൺ ലിംഗ്വിസ്റ്റിക് കോഗ്നിറ്റീവ് സ്റ്റേജ്. ഓപ്ഷൻ സി ഭാഷയും ചിന്തയും കൂടിച്ചേർന്ന ഘട്ടം ലിംഗ്വിസ്റ്റിക് കോഗ്നിറ്റീവ് സ്റ്റേജ്. ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല നൺ ഓഫ് ദീസ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് അല്ലെങ്കിൽ ഇതൊന്നുമല്ല. അടുത്ത ചോദ്യം, വിദ്യാഭ്യാസ മനഃശാസ്ത്രം സയൻസ് ആണെന്ന് പറയാൻ കാരണം? എഡ്യൂക്കേഷണൽ സൈക്കോളജി ഈസ് നോൺ ആസ് എ സയൻസ് ബിക്കോസ്. ഓപ്ഷൻ എ
മനുഷ്യൻ്റെ പഠനത്തെയും സ്വഭാവത്തെയും പ്രതിപാദിക്കുന്നതുകൊണ്ട്. ഇറ്റ് ഡീൽസ് വിത്ത് ഹ്യൂമൻ ലേണിംഗ് ആൻഡ് ബിഹേവിയർ. ഓപ്ഷൻ ബി ശാസ്ത്രീയ മാർഗത്തിലൂടെ മനുഷ്യ സ്വഭാവം പഠിക്കുന്നതുകൊണ്ട്. ഇറ്റ് സ്റ്റഡീസ് ഹ്യൂമൻ ബിഹേവിയർ യൂസിങ് സയൻറ്റിഫിക് മെത്തേഡ്. ഓപ്ഷൻ സി നിരീക്ഷണത്തിലൂടെ പഠിക്കുന്ന സ്വാഭാവിക സ്വഭാവങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതുകൊണ്ട്. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു നാച്ചുറൽ ബിഹേവിയർ സ്റ്റഡീസ് ത്രൂ ഒബ്സർവേഷൻ. ഓപ്ഷൻ ഡി വിദ്യാഭ്യാസ മേഖലയിലുള്ള മനുഷ്യൻ്റെ പെരുമാറ്റത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നതുകൊണ്ട്. ഇറ്റ് ഡീൽസ് വിത്ത് ഹ്യൂമൻ ബിഹേവിയർ ഇൻ എഡ്യൂക്കേഷണൽ കോണ്ടെക്സ്റ്റ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ശാസ്ത്രീയ മാർഗത്തിലൂടെ മനുഷ്യ സ്വഭാവം പഠിക്കുന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഇറ്റ് സ്റ്റഡീസ് ഹ്യൂമൻ ബിഹേവിയർ യൂസിങ് സയൻറ്റിഫിക് മെത്തേഡ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന ഏത് വിഭാഗത്തിലാണ് ഡൗൺ സിൻഡ്രോം എന്ന വൈകല്യം ഉൾപ്പെടുന്നത്? ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് കാറ്റഗറി ഡൗൺ സിൻഡ്രോം ഇൻക്ലൂഡ്സ്? ഓപ്ഷൻ എ കാഴ്ച പരിമിതി, വിഷ്വൽ ഇമ്പയർമെൻറ്റ്. ഓപ്ഷൻ ബി കേൾവിക്കുറവ്, ഹിയറിംഗ് ഇമ്പയർമെൻറ്റ്. ഓപ്ഷൻ സി പഠന വൈകല്യങ്ങൾ അല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റി. ഓപ്ഷൻ ഡി ബുദ്ധിമാന്ദ്യം അല്ലെങ്കിൽ മെൻ്റൽ റിട്ടാർഡേഷൻ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ബുദ്ധിമാന്ദ്യം അല്ലെങ്കിൽ മെൻ്റൽ റിട്ടാർഡേഷൻ. അടുത്ത ചോദ്യം, കാതറിൻ ബ്രിഡ്ജസിൻ്റെ വൈകാരിക വികാസ സിദ്ധാന്തപ്രകാരം കുട്ടികൾ 6 മാസമാകുമ്പോൾ ഋണാത്മക വികാരങ്ങൾ പ്രകടിപ്പിച്ചു തുടങ്ങുന്നു. അവ ഏതെല്ലാം? അക്കോർഡിംഗ് ടു കാതറിൻ ബ്രിഡ്ജസ് ഇമോഷണൽ ഡെവലപ്മെൻറ്റ് തിയറി, children exhibit negative emotions at the age of 6 onwards. Which are the negative emotions? Option A ഭയം, വിദ്വേഷം, അസൂയ, ഫിയർ, ഡിസ്ഗസ്റ്റ്, ജലസി. ഓപ്ഷൻ ബി ഭയം, വിദ്വേഷം, വിഷമം, ഫിയർ, ഡിസ്ഗസ്റ്റ്, ഡിസ്ട്രസ്. ഓപ്ഷൻ സി ഭയം, വിദ്വേഷം, ദേഷ്യം, ഫിയർ, ഡിസ്ഗസ്റ്റ്, ആങ്കർ. ഓപ്ഷൻ ഡി ഭയം, വിദ്വേഷം, ആകുലത, ഫിയർ, ഡിസ്ഗസ്റ്റ്, വറി. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ഭയം, വിദ്വേഷം, ദേഷ്യം അല്ലെങ്കിൽ ഫിയർ, ഡിസ്ഗസ്റ്റ്, അങ്കർ. അടുത്ത ചോദ്യം, പഠനവൈകല്യമുള്ള കുട്ടികളെ തിരിച്ചറിയുന്നതിന് താഴെ കൊടുത്തിരിക്കുന്ന ഏത് മാർഗമാണ് അഭികാമ്യം? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ സ്യൂട്ടബിൾ ടു ഐഡൻറ്റിഫൈ ചിൽഡ്രൻ വിത്ത് ലേണിംഗ് ഡിസബിലിറ്റി? ഓപ്ഷൻ എ നിരീക്ഷണം അല്ലെങ്കിൽ ഒബ്സർവേഷൻ. ഓപ്ഷൻ ബി ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. ഓപ്ഷൻ സി അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്. ഓപ്ഷൻ ഡി മുകളിൽ സൂചിപ്പിച്ചവയെല്ലാം ഓൾ ദി എബോവ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി മുകളിൽ സൂചിപ്പിച്ചവയെല്ലാം അല്ലെങ്കിൽ ഓൾ ദി എബോവ്. അപ്പോൾ അടുത്ത ചോദ്യം, ഗുരുതരമായ ശാരീരിക വൈകല്യങ്ങൾ നിമിത്തം വിദ്യാഭ്യാസ പ്രകടനത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു കുട്ടിയുടെ വൈകല്യമാണ്. ലേണിംഗ് ഡിസബിലിറ്റീസ് ഹൂസ് ബോഡ്ലി ഇമ്പയർമെൻറ്റ്സ് ആർ സോ സിവിയർ ദാറ്റ് ദേ നെഗറ്റീവ്ലി അഫക്റ്റ് ദ ചിൽഡ്രൻസ് എഡ്യൂക്കേഷണൽ പെർഫോമൻസ്. ഓപ്ഷൻ എ ഓർത്തോപീഡിക് വൈകല്യം. ഓപ്ഷൻ ബി ഇന്ദ്രിയ വൈകല്യം, സെൻസറി ഡിസബിലിറ്റി. ഓപ്ഷൻ സി നാഡീ വൈകല്യം, ന്യൂറൽ ഡിസബിലിറ്റി. ഓപ്ഷൻ ഡി മാനസിക വൈകല്യം, മെൻ്റൽ ഡിസബിലിറ്റി. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ഓർത്തോപീഡിക് വൈകല്യം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ വളർച്ചയെയും വികാസത്തെയും സംബന്ധിച്ച് സത്യമായത് ഏത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ട്രൂ ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്? ഓപ്ഷൻ എ ജീവികളുടെ ചില പ്രത്യേക കാലഘട്ടത്തിലുള്ള വ്യത്യാസങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് വളർച്ചയും വികാസവും. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് കൺസ്റ്റിറ്റ്യൂട്ട് ദ ചേഞ്ചസ് ഇൻ ദ ഓർഗാനിസംസ് ഫോർ എ സ്പെസിഫിക് സ്റ്റേജ്. ഓപ്ഷൻ ബി വികാസം വളർച്ചയെ അപേക്ഷിച്ച് ലളിതമായ പ്രക്രിയയാണ്. ഡെവലപ്മെൻറ്റ് ഈസ് സെഡ് ടു ബി എ സിമ്പിൾ പ്രോസസ് ഇൻ കമ്പാരിസൺ ടു ഗ്രോത്ത്. ഓപ്ഷൻ സി വികാസം വളർച്ചയുടെ ഒരു ഘടകം മാത്രമാണ്. ഡെവലപ്മെൻറ്റ് ഈസ് എ സബ് സിസ്റ്റം ഓഫ് ഗ്രോത്ത്. ഓപ്ഷൻ ഡി വികാസ നിയമം അനുസരിച്ച് കുട്ടികളിലുള്ള വികാസത്തിന് ഒരു പ്രത്യേക ഘടനയുണ്ട്. ദ പ്രിൻസിപ്പിൾസ് റിലേറ്റഡ് ടു ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് സജസ്റ്റഡ് എ പാറ്റേൺ ഓൺ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി വികാസ നിയമം അനുസരിച്ച് കുട്ടികളിലുള്ള വികാസത്തിന് ഒരു പ്രത്യേക ഘടനയുണ്ട്, അല്ലെങ്കിൽ ദ പ്രിൻസിപ്പിൾസ് റിലേറ്റഡ് ടു ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് സജസ്റ്റ് എ പാറ്റേൺ ഓൺ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ. അടുത്ത ചോദ്യം, കൂടുതൽ അറിവ് നേടാനും മനസ്സിലാക്കാനും ശ്രമിക്കുന്ന ഒരു വിദ്യാർത്ഥിക്കുള്ളത്. എ സ്റ്റുഡൻറ്റ് ഹൂ സ്ട്രൈവ്സ് ടു അച്ചീവ് മോർ നോളജ് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് ഈസ് പൊസസിങ്. ഓപ്ഷൻ എ ആത്മസാക്ഷാത്കാരം, സെൽഫ് ആക്ച്വലൈസേഷൻ. ഓപ്ഷൻ ബി അഭാവ ആവശ്യം, ഡെഫിഷ്യൻസി നീഡ്സ്. ഓപ്ഷൻ സി വളർച്ച ആവശ്യം, ഗ്രോത്ത് നീഡ്സ്. ഓപ്ഷൻ ഡി
പഠന ആവശ്യം അല്ലെങ്കിൽ ലേണിംഗ് നീഡ്സ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി വളർച്ച ആവശ്യം അല്ലെങ്കിൽ ഗ്രോത്ത് നീഡ്സ്. അടുത്ത ചോദ്യം, പിന്നീട് പഠിച്ച കാര്യങ്ങൾ മുൻപേ പഠിച്ച കാര്യങ്ങളെ ഓർമ്മിപ്പിക്കുന്നതിനെ തടസ്സപ്പെടുത്തുന്നതിന് പറയുന്നത്. ദ ടെൻഡൻസി ഫോർ ലേറ്റർ ലേണിംഗ് ടു ഇൻഹിബിറ്റ് ദ റീകാൾ ഓഫ് പ്രിയർ ലേണിംഗ് ഈസ് കോൾഡ്. ഓപ്ഷൻ എ ആലേഖന പരാജയം, എൻകോഡിംഗ് ഫെയിലുവർ. ഓപ്ഷൻ ബി റിട്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ. ഓപ്ഷൻ സി പ്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ. ഓപ്ഷൻ ഡി റിപ്രഷൻ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി റിട്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ. അടുത്ത ചോദ്യം, നല്ല രീതിയിലുള്ള ക്ലാസ് നിയന്ത്രണത്തിന് ഒരു അധ്യാപികയ്ക്ക് ഉപയോഗിക്കാവുന്നത്. ഫോർ ബെറ്റർ ക്ലാസ് റൂം കൺട്രോൾ എ ടീച്ചർ ക്യാൻ യൂസ്. ഓപ്ഷൻ എ കുട്ടികൾക്ക് വാചികമായ ശിക്ഷ കൊടുക്കൽ, ഗീവ് സ്റ്റുഡൻസ് വെർബൽ പണിഷ്മെൻറ്റ്. ഓപ്ഷൻ ബി പ്രശ്നക്കാരായ കുട്ടികൾക്ക് വ്യക്തി കേന്ദ്രീകൃത ശ്രദ്ധ നൽകൽ, ഫോക്കസ് അറ്റൻഷൻ ഓൺ പ്രോബ്ലമാറ്റിക് ഇൻഡിവിജ്വൽസ്. ഓപ്ഷൻ സി വിദ്യാർത്ഥികളുടെ നാമം പഠിക്കൽ, ലേൺ സ്റ്റുഡൻസ് നെയിം ആസ് ക്വിക്ക്ലി ആസ് പോസിബിൾ. ഓപ്ഷൻ ഡി വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ അവഗണിക്കൽ, ഡിസ്റിഗാർഡ് സ്റ്റുഡൻസ് പ്രോബ്ലംസ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി വിദ്യാർത്ഥികളുടെ നാമം പഠിക്കൽ അല്ലെങ്കിൽ ലേൺ സ്റ്റുഡൻസ് നെയിം ആസ് ക്വിക്ക്ലി പോസിബിൾ. അടുത്ത ചോദ്യം, കുട്ടികളുടെ ആകാംക്ഷയെ ചൂഷണം ചെയ്തുകൊണ്ട് തൻ്റെ ക്ലാസുകൾ രസകരമാക്കാൻ അധ്യാപക ശ്രമിക്കുന്നു. ഇവിടെ അധ്യാപക ഉപയോഗിക്കുന്നത്. എ ടീച്ചർ എക്സ്പ്ലോയിറ്റ്സ് ദ ക്യൂരിയോസിറ്റി ഓഫ് സ്റ്റുഡൻസ് ആൻഡ് ട്രൈസ് ടു മേക്ക് ഹിസ് ലെസൺസ് മോർ ഇൻട്രസ്റ്റിംഗ് ടു സ്റ്റുഡൻസ്. ഹിയർ ദ ടീച്ചർ ഈസ് യൂസിങ്. ഓപ്ഷൻ എ ആന്തരിക പ്രേരണ, ഇൻട്രിൻസിക് മോട്ടിവേഷൻ. ഓപ്ഷൻ ബി ബാഹ്യ പ്രേരണ, എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ. ഓപ്ഷൻ സി ആന്തരികവും ബാഹ്യവുമായ പ്രേരണ, ബോത്ത് ഇൻട്രിൻസിക് ആൻഡ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ. ഓപ്ഷൻ ഡി രണ്ടുമല്ല, നെയ്തർ ഇൻട്രിൻസിക് നോർ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആന്തരിക പ്രേരണ അല്ലെങ്കിൽ ഇൻട്രിൻസിക് മോട്ടിവേഷൻ. അടുത്ത ചോദ്യം, സ്വയം ചോദ്യം ചോദിക്കൽ, ഉറക്കെ ചിന്തിക്കൽ, ചിന്തകളുടെ ചിത്രീകരണം എന്നീ പ്രക്രിയകൾ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സെൽഫ് ക്വസ്റ്റ്യനിങ്, തിങ്ക് അലൗഡ് ആൻഡ് പിക്ചറൈസേഷൻ ഓഫ് തോട്ട്സ് ആർ റിലേറ്റഡ് ടു. ഓപ്ഷൻ എ പ്രതിഫലനാത്മക ചിന്ത, റിഫ്ലക്റ്റീവ് തിങ്കിങ്. ഓപ്ഷൻ ബി അതീത ചിന്ത, മെറ്റാ തിങ്കിങ്. ഓപ്ഷൻ സി അപഗ്രഥന ചിന്ത, അനലിറ്റിക്കൽ തിങ്കിങ്. ഓപ്ഷൻ ഡി ആഗമന ചിന്ത അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് തിങ്കിങ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി അതീത ചിന്ത അല്ലെങ്കിൽ മെറ്റാ തിങ്കിങ്. അടുത്ത ചോദ്യം, വൈകി ക്ലാസ്സിലെത്തിയ അതുൽ പഠന പ്രക്രിയയിൽ പങ്കാളിയായില്ല. അവൻ നഖം കടിക്കുകയും തലചൊറിയുകയും കാലിളക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അവൻ്റെ ഇത്തരം പെരുമാറ്റങ്ങൾ സൂചിപ്പിക്കുന്നത്. അതുൽ ഹൂ കെയിം ലേറ്റ് ഇൻ ദ ക്ലാസ് ഡിഡ് നോട്ട് ഇൻവോൾവ് ഇൻ ലേണിംഗ് പ്രോസസ്. ഹി വാസ് ബൈറ്റിംഗ് ഹിസ് നെയിൽ, സ്ക്രാച്ചിങ് ഹിസ് ഹെഡ് ആൻഡ് റോക്കിംഗ് ഹിസ് ലെഗ്സ്. ഹിസ് ബിഹേവിയേഴ്സ് ഡെപിക്ട്സ്. ഓപ്ഷൻ എ വൈകാരിക വിക്ഷോഭം, ഇമോഷണൽ ഡിസ്റ്റർബൻസസ്. ഓപ്ഷൻ ബി ശാരീരിക വൈഷമ്യം, ഫിസിക്കൽ ഇൽനെസ്. ഓപ്ഷൻ സി അനുസരണക്കേട്, ഡിസൊബീഡിയൻസ് ടു ദ ടീച്ചർ. ഓപ്ഷൻ ഡി പഠന വൈകല്യം, ലേണിംഗ് ഡിസബിലിറ്റി. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ വൈകാരിക വിക്ഷോഭം അല്ലെങ്കിൽ ഇമോഷണൽ ഡിസ്റ്റർബൻസസ്. അടുത്ത ചോദ്യം, പൊതുതത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രത്യേക പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന പഠന രീതിയാണ്. ദ മെത്തേഡ് ഓഫ് സോൾവിംഗ് സ്പെസിഫിക് പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ ജനറൽ പ്രിൻസിപ്പിൾ ഈസ് ഡാഷ്. ഓപ്ഷൻ എ ആഗമന രീതി, ഇൻഡക്റ്റീവ് മെത്തേഡ്. ഓപ്ഷൻ ബി നിഗമന രീതി, ഡിഡക്റ്റീവ് മെത്തേഡ്. ഓപ്ഷൻ സി അപഗ്രഥന രീതി, അനലിറ്റിക്കൽ മെത്തേഡ്. ഓപ്ഷൻ ഡി പരീക്ഷണ രീതി, എക്സ്പെരിമെൻ്റൽ മെത്തേഡ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി നിഗമന രീതി അല്ലെങ്കിൽ ഡിഡക്റ്റീവ് മെത്തേഡ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രതിഭാധരരായ കുട്ടികൾക്ക് അനുയോജ്യമായ പ്രവർത്തനം ഏത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ടിവിറ്റി ഈസ് സ്യൂട്ടബിൾ ഫോർ ഗിഫ്റ്റഡ് ചിൽഡ്രൻ? ഓപ്ഷൻ എ പോഷണ പരിപാടികൾ, എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാംസ്. ഓപ്ഷൻ ബി ഇരട്ട സ്ഥാനക്കയറ്റം, ഡബിൾ പ്രൊമോഷൻ. ഓപ്ഷൻ സി പ്രത്യേക ക്ലാസുകൾ. ഓപ്ഷൻ ഡി മുകളിൽ സൂചിപ്പിച്ചവയെല്ലാം അല്ലെങ്കിൽ ഓൾ ദി എബോവ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി മുകളിൽ സൂചിപ്പിച്ചവയെല്ലാം അല്ലെങ്കിൽ ഓൾ ദി എബോവ്. അടുത്ത ചോദ്യം, ഒരു പൂവിൻ്റെ വിവിധ ഭാഗങ്ങളുടെ പ്രത്യേകതകളെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ആദ്യം പൂവ് മുഴുവനായി കാണിക്കുകയും പിന്നീട് അതിൻ്റെ ഓരോ ഭാഗങ്ങളും കാണിച്ച് അവയെപ്പറ്റി വിശദീകരിക്കുകയും ചെയ്യുന്നതാണ് നല്ലത്. ഈ പ്രസ്താവന ഏത് തരം പഠനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? When teaching about different parts of a flower, it is better to show the flower completely at first and then describe each and every part of it. To which type of learning this statement is related? Option A ഉൾക്കാഴ്ച പഠനം,
ഇൻസൈറ്റ്ഫുൾ ലേണിംഗ്. ഓപ്ഷൻ ബി സഹകരണാത്മക പഠനം കോപ്പറേറ്റീവ് ലേണിംഗ്. ഓപ്ഷൻ സി നിരീക്ഷണ പഠനം ഒബ്സർവേഷണൽ ലേണിംഗ്. ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല നൺ ഓഫ് ദീസ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ഉൾക്കാഴ്ച പഠനം അല്ലെങ്കിൽ ഇൻസൈറ്റ്ഫുൾ ലേണിംഗ്. അടുത്ത ചോദ്യം, ഒരു പത്രവാർത്ത ട്രെയിൻ അപകടത്തിൽ ഒരു കാൽ നഷ്ടപ്പെട്ട ഉത്തർപ്രദേശുകാരിയായ അരുണിമ സിൻഹ എവറസ്റ്റ് കൊടുമുടി കീഴടക്കി. താഴെ കൊടുത്തിരിക്കുന്ന ഏത് സമായോജന തന്ത്രവുമായി ഈ നേട്ടത്തെ ബന്ധപ്പെടുത്താം? എ ന്യൂസ്. അരുണിമ സിൻഹ, എ നേറ്റീവ് ഓഫ് ഉത്തർപ്രദേശ് who lost one of her legs in a train accident, conquered the Mount Everest. To which of the following adjustment mechanism this achievement can be related? ഓപ്ഷൻ എ യുക്തീകരണം റാഷണലൈസേഷൻ. ഓപ്ഷൻ ബി ഉദാത്തീകരണം സബ്ലിമേഷൻ. ഓപ്ഷൻ സി അനുപൂരണം കോമ്പൻസേഷൻ. ഓപ്ഷൻ ഡി പ്രക്ഷേപണം പ്രൊജക്ഷൻ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി അനുപൂരണം അല്ലെങ്കിൽ കോമ്പൻസേഷൻ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രത്യേക പരിഗണന ആവശ്യമുള്ള കുട്ടികൾക്ക് അനുയോജ്യമല്ലാത്ത പ്രവർത്തനം ഏത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ്? ഓപ്ഷൻ എ അനുരൂപീകരണം നടത്തിയ പാഠാസൂത്രണം അഡാപ്റ്റഡ് ടീച്ചിങ് മാനുവൽ. ഓപ്ഷൻ ബി പരിഹാര ബോധന പ്രവർത്തനങ്ങൾ റെമഡിയൽ ടീച്ചിങ് ആക്ടിവിറ്റീസ്. ഓപ്ഷൻ സി പരിപോഷണ പഠന സാമഗ്രികൾ എൻറിച്ച്ഡ് ലേണിംഗ് മെറ്റീരിയൽസ്. ഓപ്ഷൻ ഡി റിസോഴ്സ് അധ്യാപകരിൽ നിന്നുള്ള സഹായം സപ്പോർട്ട് ഫ്രം റിസോഴ്സ് ടീച്ചേഴ്സ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി പരിപോഷണ പഠന സാമഗ്രികൾ എൻറിച്ച്ഡ് ലേണിംഗ് മെറ്റീരിയൽസ്. അടുത്ത ചോദ്യം, സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ സിദ്ധാന്തമായ മനസ്സിൻ്റെ ഘടനാ സങ്കല്പങ്ങളിൽ സൂപ്പർ ഈഗോ ഏത് തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്? According to Sigmund Freud's theory of structure of mind, superego works as per which principle? Option A സുഖതത്വം principle of pleasure. Option B സാൻമാർഗിക തത്വം principle of morality. ഓപ്ഷൻ സി യാഥാർത്ഥ്യബോധ തത്വം അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് റിയാലിറ്റി. ഓപ്ഷൻ ഡി പ്രചോദന തത്വം അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് മോട്ടിവേഷൻ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി സാൻമാർഗിക തത്വം അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് മൊറാലിറ്റി. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് പക്വ വ്യക്തിത്വത്തെ വിശദീകരിക്കാൻ വില്യാർഡ് ആൽപോർട്ട് നിർദ്ദേശിച്ച മാനദണ്ഡങ്ങളിൽ പെടാത്തത്? Which of the following is not a factor? Define a matured personality proposed by William Alport. Option A വിപുലീകൃത അഹം extended self. ഓപ്ഷൻ ബി ആത്മസന്തുലനം അല്ലെങ്കിൽ സെൽഫ് റെഗുലേഷൻ. ഓപ്ഷൻ സി യാഥാർത്ഥ്യബോധം അല്ലെങ്കിൽ റിയലിസ്റ്റിക് പെർസെപ്ഷൻ. ഓപ്ഷൻ ഡി നിരുപാധിക പരിഗണന അല്ലെങ്കിൽ അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി നിരുപാധിക പരിഗണന അല്ലെങ്കിൽ അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ്. അടുത്ത ചോദ്യം, ജ്യോതിഷിന് ഗണിത പരീക്ഷയിലെ കൂടുതൽ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ കഴിഞ്ഞില്ല. ചോദ്യങ്ങളിൽ ഭൂരിഭാഗവും സിലബസിന് പുറത്തുള്ളതായിരുന്നു എന്നാണ് അവൻ്റെ അഭിപ്രായം. ഇവിടെ ഏത് സമായോജന ക്രിയാതന്ത്രമാണ് ജ്യോതിഷ് ഉപയോഗിച്ചിരിക്കുന്നത്? ജ്യോതിഷ് വാസ് unable to answer most of the questions in the maths examination. He opined that the question most of them were out of syllabus. Which defense mechanism is used by Jyotish here? Option A അനുപൂരണം കോമ്പൻസേഷൻ. ഓപ്ഷൻ ബി ദമനം റിപ്രഷൻ. ഓപ്ഷൻ സി യുക്തീകരണം റാഷണലൈസേഷൻ. ഓപ്ഷൻ ഡി ഉദാത്തീകരണം സബ്ലിമേഷൻ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി യുക്തീകരണം അല്ലെങ്കിൽ റാഷണലൈസേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ക്ലാസ്സിൽ ശാസ്ത്ര പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗീതുവിൻ്റെ പ്രയാസം ബോധ്യപ്പെട്ട ശാരദ ടീച്ചർ വർക്ക് ഷീറ്റുകളും ചില മാതൃകകളും നൽകിയപ്പോൾ അവൾക്ക് എളുപ്പത്തിൽ ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞു. ടീച്ചർ നൽകിയ കൈത്താങ്ങ് താഴെ കൊടുത്തതിൽ ഏത് വിലയിരുത്തലുമായി ബന്ധപ്പെടുന്നു? വർക്ക് ഷീറ്റ്സ് ആൻഡ് മോഡൽസ് സപ്ലൈഡ് ബൈ ശാരദ ടീച്ചർ ഹെൽപ്ഡ് ഗീതു ഇൻ ഓവർകമ്മിങ് ദ ഡിഫിക്കൽട്ടീസ് ആൻഡ് she easily found the result of scientific experiments. The scaffolding provided by the teacher belongs to which type of evaluation? ഓപ്ഷൻ എ പഠനത്തെ വിലയിരുത്തൽ അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ്. ഓപ്ഷൻ ബി പഠനം തന്നെ വിലയിരുത്തൽ അസസ്മെൻറ്റ് ആസ് ലേണിംഗ്. ഓപ്ഷൻ സി പഠനത്തിനായുള്ള വിലയിരുത്തൽ അസസ്മെൻറ്റ് ഫോർ ലേണിംഗ്. ഓപ്ഷൻ ഡി പഠനത്തെ ആന്തരികമായി വിലയിരുത്തൽ ഇൻറ്റേർണൽ അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി
പഠനത്തിനായുള്ള വിലയിരുത്തൽ അല്ലെങ്കിൽ അസസ്മെൻറ്റ് ഫോർ ലേണിംഗ്. അടുത്ത ചോദ്യം, വിദ്യാലയങ്ങളിലെ ക്ലബ്ബ് പ്രവർത്തനങ്ങൾ, ആശുപത്രികളും അനാഥാലയങ്ങളും സന്ദർശിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഏത് തരം ബഹുമുഖ ബുദ്ധിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ്? Participating in club activities at school, visiting hospitals and orphanages, etc. are activities related to which aspects of multiple intelligence? Option A, ദൃശ്യ സ്ഥലപര ബുദ്ധി, സ്പേഷ്യൽ ഇൻ്റലിജൻസ്. ഓപ്ഷൻ ബി, പ്രകൃതിപരമായ ബുദ്ധി, നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ്. ഓപ്ഷൻ സി, വ്യക്തിയാന്തര ബുദ്ധി, ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ്. ഓപ്ഷൻ ഡി, ആന്തരിക വൈയക്തിക ബുദ്ധി, ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി, വ്യക്തിയാന്തര ബുദ്ധി അല്ലെങ്കിൽ ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ്. അടുത്ത ചോദ്യം, 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന അഭിജിത്ത് അധ്യാപികയുടെ പാട്ട് കേട്ട് കരച്ചിൽ പെട്ടെന്ന് നിർത്തുകയും സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്തു. ശിശുവികാരങ്ങളുടെ ഏത് സവിശേഷതയാണ് ഇവിടെ പ്രകടമാകുന്നത്? Abhijit, a first standard student, stops crying and expresses happiness upon listening to the song of the teacher. Which characteristics of children's emotion is exhibited here? Option A, തീവ്രത intense. Option B, ചഞ്ചലത frequent. Option C, സംക്ഷിപ്തത transitory. Option D, വൈകാരിക ദൃശ്യത emotional detectability. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി, ചഞ്ചലത അല്ലെങ്കിൽ ഫ്രീക്വൻറ്റ്. അടുത്ത ചോദ്യം, സിനറ്റിക്സ്, മസ്തിഷ്ക പ്രക്ഷാളനം, നാടകീകരണം എന്നീ തന്ത്രങ്ങൾ കുട്ടികളിലെ ഏത് കഴിവ് വർദ്ധിപ്പിക്കാനാണ് അധ്യാപകർ ഉപയോഗിക്കുന്നത്? ടീച്ചർ യൂസസ് സിനറ്റിക്സ്, ബ്രെയിൻസ്ട്രോമിംഗ്, ഡ്രാമറ്റൈസേഷൻ സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസിംഗ് വിച്ച് എബിലിറ്റി ഓഫ് ദ ചിൽഡ്രൻ? ഓപ്ഷൻ എ, അതീത ചിന്ത, മെറ്റാകോഗ്നിഷൻ. ഓപ്ഷൻ ബി, ബുദ്ധി, ഇൻ്റലിജൻസ്. ഓപ്ഷൻ സി, സർഗാത്മകത, ക്രിയേറ്റിവിറ്റി. ഓപ്ഷൻ ഡി, അഭിരുചി, ആപ്റ്റിറ്റ്യൂഡ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി, സർഗാത്മകത അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി. അപ്പോൾ ഇന്ന് നമ്മൾ 30 ചോദ്യങ്ങളും അതിൻ്റെ ആൻസേഴ്സുമാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എക്സാം എഴുതുന്നവർക്ക് ഒക്കെ ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ കൂടി ചെയ്യുക.